എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചറിന്റെ പറവൂരിലെ വീടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരാൻ പോവുകയാണ്. നമുക്ക് ടീച്ചറെ ഒന്ന് കാണാം. ടീച്ചറെ ഗുഡ് മോർണിംഗ്. എങ്ങോട്ടെങ്കിലും പോകാൻ തയ്യാറായി കാണോ? ഇന്ന് പരിപാടികളുണ്ട്. രാവിലെ ഇപ്പോൾ ഡ്രൈ ഡേ ആചരണത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ വെള്ളത്തിൽ ബ്ലീച്ച് കിണർ ജലം അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു. അത് ജസ്റ്റ് പോയി. ഇനി തിരക്കാണ്. ഉണ്ട് സാർ. ഈ സാധാരണ പരീക്ഷാ ഫലമൊക്കെ വരുമ്പോൾ കുട്ടികൾക്കാണ് ടെൻഷൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ടീച്ചർക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എനിക്കില്ല, പക്ഷേ അറിയാനുള്ളൊരാഗ്രഹമുണ്ട്. എത്രത്തോളം നമ്മൾ ചെയ്ത ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. കൂളാണ് പറഞ്ഞ പോലെ ടീച്ചർ കൂളാണോ? ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ഡൈനൂസ് ഏട്ടൻ. കൂളാണോ? തീർച്ചയായിട്ടും. ഞങ്ങളിതുപോലെ തന്നെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇത്രയും ദിവസം നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലം എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ. ആദ്യ സമയത്ത് തന്നെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്തായിരുന്നു തിരക്കുകളിൽ? എങ്ങനെയായിരുന്നു? അതിനുശേഷം ഞാൻ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് പോയിരുന്നു. UAE പോയിരുന്നു. ഒരു 6 എമിറേറ്റ്സിൽ പോയി. അവിടെ സാംസ്കാരിക പരിപാടികളിൽ സംസാരിച്ചു. അവധിക്കാലത്തൊക്കെ ഏതെങ്കിലും ടൂർ പോവുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായതോടുകൂടി അത്തരം ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു? അങ്ങനെയൊക്കെ ഇതായിരുന്നോ? സ്വാഭാവികമായും ഞങ്ങൾ ഈ വെക്കേഷനിൽ ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്ന സമയത്താണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലക്ക് സഖാവിൻ്റെ കൂടെ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതനാവുകയാണ് ചെയ്തത്. രണ്ടുപേരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണല്ലോ അല്ലേ? രണ്ടുപേരും ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. പിന്നെ അതിന്റെ തിരക്കുകളിലായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സമയം? അതിപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന പോലെ ഈ സമയം കടന്നു. ഏതാണ്ട് ഒരു 2 മാസക്കാലത്തോളം അതുവരെ ശാന്തമായി കൊണ്ടിരുന്നൊരു നദി പെട്ടെന്ന് പ്രക്ഷുബ്ധമാകുന്ന പോലെ വീട്ടിലാകെ തിരക്കായി. പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. വലിയൊരു അനുഭവമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് രംഗം, അതോടൊപ്പം പ്രചരണം, ഒരുപാട് പേരെ കാണുന്നു, ആ ടൈം ഷെഡ്യൂൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രസകരമായ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ ഈ പ്രചരണത്തിന് ഓർത്തിരിക്കുന്ന ഇപ്പോഴും? സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്നാൽ പുസ്തകം എഴുതാൻ പറ്റുന്ന വിധത്തിൽ ധാരാളം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഫോർട്ട് കൊച്ചി ഭാഗത്ത് സ്വീകരണവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ്. അവിടെ പാർട്ടിക്കും നല്ല സ്വാധീനമുള്ള മേഖലയാണ്. രാത്രിയായതുകൊണ്ട് ഓപ്പൺ ജീപ്പിലാണ്. അതിനെ നയിച്ചുകൊണ്ട് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അവിടുത്തെ കൊച്ചി MLA ശ്രീ കെ.ജെ. മാക്സി ഉണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് മാക്സിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു സ്ഥലത്തും ഇറങ്ങേണ്ടതില്ല, ജീപ്പിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല, ജീപ്പിൽ തന്നെ നിന്ന് സ്വീകരണം വാങ്ങിയാൽ മതി, കാരണം സമയം വൈകി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് കുറേ കൂട്ടം സഖാക്കൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ടീച്ചർ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ മാക്സി പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇപ്പം ഇറങ്ങണില്ല എന്ന് MLA പറഞ്ഞു. വീണ്ടും അവർ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണ്, ഇവിടെ ഇറങ്ങണം, നിർബന്ധമാണ്, സ്ഥാനാർത്ഥി ഇവിടെ ഇറങ്ങിയേ മതിയാവും. അപ്പോൾ ഞാൻ MLA പറഞ്ഞു, സഖാവേ ഞാൻ ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് നോക്കി രൂക്ഷമായിട്ട്, അതായത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഇവർ ഫ്രണ്ടിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്. വണ്ടിക്ക് ഇറങ്ങണം, കുറുകെ നിൽക്കുകയാണ്. തെങ്കാശിപ്പട്ടണം സിനിമയിൽ ഗീതു മോഹൻദാസിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, സംഗീത. അപ്പോൾ സംഗീതയെ പാട്ട് പഠിക്കാൻ കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ സംഗീതയ്ക്ക് ഈ KD കമ്പനിയുടെ കൂടെ പാടാൻ ഇഷ്ടമില്ല. പക്ഷേ ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവിടെ പാടിയേ തീരൂ. അപ്പോൾ അവിടെ ഒരു രസകരമായൊരു കഥാപാത്രം പറയുന്നുണ്ട്, സംഗീത പാടും മോളെ എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിലാണ് എൻ്റെ. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇവർക്ക് എന്താ ആവശ്യം, ഇറങ്ങേണ്ട കാരണം എന്നാണ്. അപ്പോൾ ഇവരൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയൊരു കേക്ക്. കെ.ജെ. ഷൈൻ ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു കേക്ക്. അത് മുറിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ആ ബോണറ്റിന്മേൽ വെച്ച് ഞാൻ ആ കേക്ക് മുറിച്ച് എക്സിറ്റ് പോളൊക്കെ കണ്ടില്ലേ? എങ്ങനെയാ? അത് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. കൃത്യമായി ഈ പ്രസ്ഥാനം വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ പ്രതീക്ഷ എറണാകുളത്ത് നേരിയ ഭൂരിപക്ഷത്തോടു കൂടിയെങ്കിലും ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതൊക്കെ നിയമസഭാ സെഗ്മെന്റുകളാണ് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്? കൊച്ചി, വൈപ്പിൻ, പറവൂർ, തൃപ്പൂണിത്തുറ, കളമശ്ശേരി. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രതീക്ഷകളൊക്കെ പൂണിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. നമസ്കാരം. ഷൈൻ ടീച്ചറും കുടുംബവുമാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം വരാൻ പോകുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്. ക്യാമറമാൻ ആന്റണി ഗിർഗറിക്കൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.